ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫൺ വിത്ത് രേണു. കാണുന്ന എല്ലാവർക്കും ഫണ്ണാണ്, പക്ഷെ ഒരാൾക്ക് മാത്രം ഫണ്ണല്ല. പക്ഷേ കയ്യിരിപ്പോണ്ടാണ്. എന്താണ് ആ ഫൺ? അടിച്ചു പോയി ഗായ്സ്. ഫോണാണോ, ടിവിയാണോ, ഫ്രിഡ്ജാണോ, ഇനി വൈഫൈ എങ്ങാനും ആണോ അടിച്ചു പോയത്? എന്താണ് അടിച്ചു പോയെന്നല്ലേ? ആരും പേടിക്കണ്ട, എല്ലാരും കാണിക്കാം. കമാ ഐക്കില്ലർ വർഷേനെ റൈഡർ കണ്ണാപ്പിനെ കണ്ട മാസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇനി അടിച്ചു പോയത് ബുള്ളറ്റ് എങ്ങാനും ആണോ? അല്ല, നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാ. ഒരിക്കലുമല്ല. ഹീറോയ്ക്ക് എന്ത് പറ്റി? നൈസായിട്ട് നമ്മുടെ എന്താണ് ലൈസൻസ് വാങ്ങിക്കൊണ്ട് പോയി. റൈഡർ കണ്ണാപ്പിയുടെയും ഐക്കില്ലർ വർഷയുടെ അടുത്തോട്ട് ക്ഷണിക്കാത്തൊരു അതിഥി അങ്ങോട്ട് വന്നു. ആരാണ് ആ അതിഥി? MVD വന്നിട്ട് എന്താ ചെയ്തേ? ലൈസൻസ് അങ്ങോട്ട് പൊക്കി. നൈസായിട്ട് ലൈസൻസ് അങ്ങോട്ട് പൊക്കി. നമ്മുടെ റൈഡർ എന്ത് ചെയ്തു? ഇതും ഷൂട്ട് ചെയ്ത് അങ്ങ് യൂട്യൂബിലിട്ടു. അല്ലാതെ ലൈസൻസ് പോയിന്നും പറഞ്ഞ നമ്മുടെ റൈഡർ തളരുമോ? തളരാൻ മാത്രമുള്ള ബുദ്ധി റൈഡർക്ക് ഉണ്ടോ? ഇല്ല, തളർന്നില്ല. ഹായ് ഗായ്സ്, അതും യൂട്യൂബിൽ ഇട്ടു ഗായ്സ്. റൈഡർ എന്ന് പറഞ്ഞാലും നിങ്ങളെ പോലെ എന്നെ പോലെയും ചുമ്മാ വായി നോക്കി വണ്ടി എടുത്ത് കറങ്ങി നടക്കുന്നത് വെറും റൈഡർ അല്ല. അദ്ദേഹം ബൈ പ്രൊഫഷൻ ടെക്കിയാണ്. അങ്ങനെ ടെക്കി യൂട്യൂബിൽ കിടന്നങ്ങോട്ട് വളർന്നു. ഇങ്ങനെ പല മാസ് റൈഡും മാസ് പരിപാടികളും കാണിച്ച് ടെക്കി അങ്ങോട്ട് വളർന്നു. അങ്ങനെ വളർന്ന് ടെക്കി എന്ത് ചെയ്തു? ഒരു സഫാരി അങ്ങെടുത്തു. എന്തെടുത്തു? സഫാരി. കണ്ണ് തള്ളണ്ട, അകത്തോട്ട് എടുത്ത് വെക്ക്. സഫാരി എടുത്തിട്ട് എന്ത് പറ്റി? ബുള്ളറ്റ് ഉണ്ടായിട്ട് ഇങ്ങനെ സഫാരി എടുത്താൽ പിന്നെ റൈഡർ ടെക്കി വെറുതെ ഇരിക്കുമോ? ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നെ പറ്റിയത് കണ്ടിട്ട് വാ ഇങ്ങോട്ട്. ആവേശം സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്ക് പണി കിട്ടി. കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതും വണ്ടി ഓൾട്ടർ ചെയ്തതും എല്ലാം പോട്ടെ, പക്ഷെ ആ സ്വിമ്മിംഗ് പൂളും കൊണ്ട് റോട്ടിൽ ഇറങ്ങാൻ കാണിച്ച മനസ്സ്. അംബാനെ, we love you. ഇങ്ങനെയുള്ള ടെക്കികളെയാണ് പുതിയ സമൂഹത്തിന് ആവശ്യം. പിള്ളേരൊക്കെ കണ്ട് പഠിച്ച് വളരട്ടെ, അടിച്ചു കയറി വരട്ടെ പിള്ളേരൊക്കെ, അല്ലെ? ഇതൊക്കെ കണ്ട MVD വെറുതെ ഇരിക്കുമോ? സ്വന്തം സഹോദരന്മാരായി കണ്ട KCB പോലും വെറുതെ വിടാത്തവന്മാരാ. നിന്നെയൊക്കെ വെറുതെ വിടുവോ എന്റെ ടെക്കി? KCB എന്ത് ചെയ്തെന്നോ? KCB ചെയ്തതൊക്കെ മറന്നു പോയോ? KCBക്ക് വേണ്ടി ഓടുന്ന കരാർ ജീപ്പിൽ തോട്ടി കെട്ടിവെച്ച് പോയതിനാണ് ഇപ്പോൾ 20,500 രൂപ, ചില്ലറ പിഴയൊന്നുമല്ല, 20,500 രൂപ പിഴയാണ് ചുമത്തപ്പെട്ടത്. കണ്ടല്ലോ, ഒന്നും രണ്ടും അല്ല, 20,000 രൂപയാ പിഴയിട്ടത്. 20,000 രൂപ. ഒരേ സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന KCBക്ക് ഈ പണിയാ. ചെറിയ ഒരു തോട്ടി കൊണ്ടുപോയി ഈ പണിയാ കൊടുത്തെങ്കിൽ നിന്നെയൊക്കെ അവന്മാര് വെറുതെ വിടുവോ എന്റെ ടെക്കി? നിന്റെ ഓരോ ധൈര്യം. അപ്പൊ നമ്മുടെ ടെക്കിന് എന്തായിരിക്കും MVD ചെയ്തതെന്ന് കാണാൻ നിങ്ങൾക്ക് കൊതിയില്ലേ? എനിക്ക് കൊതിയുണ്ട്. കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി. വണ്ടിയുടെ രജിസ്ട്രേഷനും കട്ടായി, ലൈസൻസ് ആജീവനാന്തത്തേക്ക് റദ്ദാക്കി. ഇനി നമ്മുടെ നാട്ടിൽ ബംഗാളികൾ വന്ന് കഴിയുന്നത് പോലെ ട്രെക്കി വെള്ളം അന്യ സംസ്ഥാനത്ത് പോയി വണ്ടി ഓടിച്ച് കഴിയുന്നതായിരിക്കും നല്ലത്. ഇവിടെ എന്തായാലും ഇനി വണ്ടി ഓടിച്ച് യൂട്യൂബിൽ മാസ് കാണിക്കാൻ ടെക്കിനിക്ക് പറ്റില്ല. ടെക്കി ഇനി അങ്ങനെ ചെയ്ത MVD പിടിച്ച് ജയിലിലിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ടെക്കി ചെയ്യുന്ന ആതുര സേവനമൊക്കെ 15 ദിവസത്തേക്ക് ചെയ്ത് പൂർത്തിയാക്കി വല്ല ഡ്രൈവറെയും വച്ച് വണ്ടി ഓടിച്ച് മാസ് കാണിക്കാൻ ഇനി ടെക്കിക്ക് പറ്റുള്ളൂ. സോ ശുഭം.